വേണമെങ്കിൽ അങ്ങേക്ക് പ്രതികരിച്ച് സ്വയം രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അത് അങ്ങ് മാറി നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് പിന്നീട് തിരുത്തേണ്ടി വന്ന പോലെ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം ആ ഒരു അനവസരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തോന്നുന്നു. കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പണ്ട് കോന്നിയിലെ MLA ആയിരുന്നു എന്ന് പറയുന്നത് പോലും അപമാനമാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങ് ടെമ്പർ വിട്ട് അല്ലെങ്കിൽ ടെമ്പർ ലൂസായിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. മന്ത്രിയായിരിക്കുമ്പോഴൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളൊക്കെ എന്താ പറയുക, നിശ്ചിതമായി ചോദ്യമനങ്ങൾ കൊണ്ട് നേരിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അങ്ങനെ അല്ല റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ UDF കൺവീനർ ആയ ശേഷം കുറച്ച് എന്താ പ്രഷർ കൊണ്ടാണോ? അല്ല, അങ്ങനെ പ്രഷറൊന്നുമല്ല. മീഡിയയോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മീഡിയാസിനോട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. പിന്നെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മളെ കുറിച്ച് മീഡിയാസ് എന്ന് പറയുമ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഒരു പ്രസക്തി വേണം. അതല്ലാതെ കണ്ട് ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രതികരണം ഒരുപക്ഷെ പിന്നെ ദേഷ്യപ്പെട്ടു പറഞ്ഞു എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. പക്ഷേ അത് ഞാൻ എപ്പോഴും തിരുത്തുന്നതിന് വേണ്ടിയും തയ്യാറാകാറുണ്ട്. അത് മാത്രമല്ല, അങ്ങ് സാധാരണഗതിയിൽ വളരെ ശ്രദ്ധിച്ച് പ്രതികരിക്കുന്ന ഒരാൾ. വളരെ എന്താ പറയുക, നിർണായകമായിട്ടുള്ള ചില സംഭവങ്ങളിൽ അങ്ങ് UDFന്റെ കാലത്ത് മന്ത്രിയായിരിക്കുമ്പോൾ അങ്ങ് പ്രതികരിക്കാതെ ഇരുന്നിട്ടുണ്ട് അതിനെ നേരിടാൻ വേണ്ടി. വേണമെങ്കിൽ അങ്ങേക്ക് പ്രതികരിച്ച് സ്വയം രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അത് അങ്ങ് മാറി നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് പിന്നീട് തിരുത്തേണ്ടി വന്ന പോലെ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം ആ ഒരു അനവസരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തോന്നുന്നു. അല്ല, സത്യത്തിൽ അന്ന് മീഡിയയുടെ മുമ്പിൽ ഒരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞതോടൊപ്പം തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ അതിജീവിതയോടൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് മാത്രം മീഡിയാസ് കൊടുത്തില്ല. അത് കട്ട് ചെയ്തിട്ട് മുഴുവനും തന്നെ ഇപ്പോഴും കിടക്കുന്നത് അന്ന് വരികിൽ പോലും എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു മീഡിയാസിന്റെ മുമ്പിൽ ഞാൻ അന്ന് പറഞ്ഞത് അതിജീവിതയോടൊപ്പമാണ് ഞങ്ങളുടെ ഒരു നിലപാട് എന്ന് പറഞ്ഞതേ കുറിച്ച് അത് മാത്രം വന്നില്ല. ബാക്കിയുള്ളത് മാത്രം പറഞ്ഞ് അവര്. പക്ഷെ അത് അനവസരത്തിലായിപ്പോയില്ല. അങ്ങ് UDF കൺവീനർ ആണല്ലോ. വ്യക്തിപരമായി അങ്ങേക്ക് പല ബന്ധങ്ങളും ഉണ്ടാവാം. പക്ഷെ UDF കൺവീനർ ഒരു ഇലക്ഷന്റെ സമയത്ത് അങ്ങനെ പറയാമായിരുന്നു. അല്ല, അത് ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ മനുഷ്യല്ലേ. മനുഷ്യനാകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ചിലതുണ്ടാകും. അത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പിന്നെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കാര്യങ്ങൾ തെറ്റ് എന്ന് തോന്നിയത് അപ്പം തന്നെ നമ്മൾ തിരുത്താനും തയ്യാറായിട്ടുണ്ട്. MLA ഇപ്പം മത്സരിച്ചവർ തുടരുമോ, അങ്ങനെയുള്ള കുറെ ചർച്ചകൾ ഇപ്പം മീഡിയസിലൊക്കെ കാണുന്നുണ്ട്. 26 എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കിക്കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനാ യോഗമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ ആലോചനാ യോഗം നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളെ ഇവിടെ വെച്ച് നിർണ്ണയിക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ ഇന്ന ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് ഇപ്പോൾ മീഡിയാസാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത്. പല കാര്യങ്ങളും ഞാനും പല മീഡിയാസിലൂടെ കാണാനിടയായി. അതൊക്കെ തെറ്റാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവും. ഏത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? പിന്നെ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു അന്തിമമായ തീരുമാനമെടുക്കുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ആ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അന്തിമമായൊരു തീരുമാനമെടുക്കും. ഇപ്പോൾ വിജയിക്കട്ടെ, വിജയിച്ചെങ്കിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കാര്യം വരുത്തുള്ളൂ. ഞങ്ങൾ അങ്ങ് പറയുന്നത് അങ്ങേക്ക് തന്നെ ഒരു സെൽഫ് കോൾ അല്ലേ? കാരണം വിജയിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ വിജയിക്കില്ലേ? അല്ല, വിജയിക്കുമെങ്കിൽ എന്നുള്ളതല്ല, വിജയിച്ച് ഞങ്ങൾ വരുമെന്നുള്ളതാണ്. ഞങ്ങളുടെ 100 സീറ്റുകൾ എങ്കിലും ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ്. 82 VD സതീശൻ പറഞ്ഞു. ഏത് 82? എന്നാ പിന്നെ ഒരു ബാക്കിയോടെ ഇരിക്കട്ടെ. 100 സീറ്റുകളെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം. ഒരുപക്ഷെ ആ മുഖ്യമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പൂർണ്ണമായി എത്തിയില്ല എങ്കിലും അതിലേക്ക് കടന്നു വരാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം ഞങ്ങൾ വെച്ച് പോകുമ്പോൾ ഇന്ന ആളിനെ മുൻനിർത്തി ഇന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന് ഞങ്ങൾ ആരെക്കുറിച്ചും ഒരാളിനെക്കുറിച്ചും മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അല്ലെ ഇന്ന ആളിനെ നേതൃത്വത്തിലായിരിക്കും പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല.
പക്ഷെ CPI നേതാക്കൾ പറഞ്ഞു തുടങ്ങി കോൺഗ്രസിൽ തല്ല് തുടങ്ങി മുഖ്യമന്ത്രി ആരാവണം. അതിപ്പോ അവരുടെ ഇടയിലുള്ള അവർക്ക് ഇതൊന്നും പ്രശ്നമല്ലല്ലോ. CPM നേതാക്കന്മാർക്ക് അവർക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മരുമകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അല്ലാതെ വേറെ ആരാ ഇതിനകത്ത് വർത്തമാനം പറയാനുള്ളത്? ആരുണ്ട്? അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതിയും മറ്റും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെങ്കിൽ ആകട്ടെ. അപ്പൊ 3ാം തവണയും മുഖ്യമന്ത്രി ആയി എന്നുള്ള ഒരു ഖ്യാതി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റും. അത് നേടിയെടുക്കുന്നതോടൊപ്പം മരുമകനെ ഇതിലേക്ക് കൊണ്ടുവരിക, ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത് എന്ന ഒരു ആശയമാണ് ഞങ്ങൾക്കൊക്കെ പുറത്ത്. മരുമകനെ മുഖ്യമന്ത്രിയാക്കി അവരോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണല്ലോ കഴിഞ്ഞ 2ാം തവണ ഇവിടെ മത്സരിക്കുന്ന അവസരത്തിൽ പ്രധാനപ്പെട്ട പല ആളുകളെയും മാറ്റി നിർത്തിയില്ലേ. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ വഹിച്ചുകൊണ്ടിരുന്ന പല ആളുകളെയും മാറ്റി നിർത്തപ്പെട്ടു. എന്താ, വീണ്ടും 2 തവണ കഴിഞ്ഞവർ അല്ലെങ്കിൽ 3 തവണ കഴിഞ്ഞവർ ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് മാറ്റി നിർത്തിയത്. പക്ഷെ അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകാധിപത്യ പ്രവണതയാണ് ഇവിടെ ഉള്ളത്. ആ ഏകാധിപത്യ പ്രവണത അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എക്കാലവും അങ്ങനെ നിലനിന്ന് പോകും എന്ന് ആർക്കും ഒരു വിശ്വാസവും വേണ്ട. ഈ സീറ്റ് ചർച്ചകളിലേക്ക് എപ്പോൾ പോകും? അത് ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലുള്ള ആളുകളെ ഒരു ദിവസം തന്നെ 1 or 2 മുന്നണി ഉള്ള ആളുകളെ വിളിച്ചിരുത്തി അവരുമായിട്ട് സംസാരിച്ച് ചില ധാരണകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വലിയ വലിയ പാർട്ടികളെ അതിനനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച വളരെ വേഗത്തിൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞു, സാദിഖ് അലി തങ്ങൾ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞത് ലീഗിന് കൂടുതൽ സീറ്റ് അണികൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതാണ്, ഒന്നുകിൽ കൂടുതൽ സീറ്റ് അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഏതാണ് ഉണ്ടാവുക? അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുന്നണി സംവിധാനത്തിൽ UDF-നകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അവരുടെ ശക്തി വെച്ചുകൊണ്ട് അവർക്ക് ചോദിക്കാം. അവരുടെ ചോദ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാകാം. അത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ആവശ്യങ്ങളുണ്ട് എങ്കിലും അത് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും. അത് പരിഹരിക്കപ്പെടാനുള്ള സംവിധാനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ. ഞാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ കാരണം കഴിഞ്ഞ തവണ LDF-ന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയ പ്രചരണമായിരുന്നു UDF ജയിച്ചാൽ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോ അല്ല, അത് LDF കൊടുത്ത പ്രചരണമല്ലേ, അതല്ല UDF കൊടുത്ത പ്രചരണമല്ല. അത് LDF കൊടുത്ത പ്രചരണമാണ്. അത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത് വേണമോ വേണ്ടേ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിക്കുക. അതല്ലാതെ തന്നെ ഇന്ന് അഡ്വാൻസ് ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. എന്തായാലും ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നത ഇല്ല. നിങ്ങളൊക്കെ എന്തൊക്കെ നോക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും UDF-നകത്ത് ഇപ്പോൾ നിൽക്കുന്ന ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോവുകയാണ്. യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതയില്ല. ഒരു മുൻ MLA ശബരിമല കേസിൽ ജയിലില്, വേറൊരു മുൻ മന്ത്രി ചോദ്യമുനയിൽ നിൽക്കുന്നു. ഇപ്പോ ഒരു മുൻ മന്ത്രി MLA ആയിട്ടുള്ള ആള് 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെടുന്നു, ആന്റണി രാജു. അത് 3 വർഷമേ ഉള്ളൂ. 3 വർഷം എന്നാണ് ഇപ്പൊ ശിക്ഷാവിധി വന്നത്. അതിനെങ്ങനെയാ കാണുന്നത് സംഭവങ്ങൾ? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരാളിനെ സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങളാരും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. ഞങ്ങളാണല്ലോ ഇതിൻ്റെ ആദ്യത്തെ ഒരു സമരം ഞങ്ങൾ ഏറ്റെടുത്തത്. KPCC ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളൊരു 3-4 ജാഥകൾ നടത്തി. അത് ഒരു ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ഞാനാണ്. തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾ കവർ ചെയ്യാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അത് കൂടാതെ തന്നെ മറ്റു പലയിടങ്ങളിൽ നിന്നും അതേ ജാഥകൾ തന്നെ നയിച്ചു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ടുപോയ ഒരാൾ പോലും രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അവർക്ക് ശിക്ഷ, അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭ്യമാകണം. ഇപ്പോൾ അവർ
മുൻ MLA പത്മകുമാർ. അദ്ദേഹം അന്ന് പിന്നെ കോന്നിയിൽ വന്നു നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. ഏതാ 96 പ്രസംഗമാണ് ഞാൻ പറയുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോന്നിയിലെ MLA ആയിരുന്നു എന്ന് പറയുന്നതിന് പോലും എനിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഞാൻ പണ്ട് കോന്നിയിലെ MLA ആയിരുന്നു എന്ന് പറയുന്നത് പോലും അപമാനമാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആളിപ്പോ ജയിലിലാണ്. ആ വ്യക്തിയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പിന്നെ മറ്റ് ഒരു ആളാണ് വാസു ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതിലൂടെ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി. ഇപ്പോൾ പിന്നെ മെമ്പർ എന്നുള്ള നിലയിൽ മറ്റൊരാൾ കൂടി അതിനകത്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. ഇനിയും അടുത്ത ആളുകൾ ഇപ്പോൾ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരിക്കും. ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അറസ്റ്റ് ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതുപോലെയുള്ള പല ആളുകളും ഇതിലേക്ക് കടന്നു വരേണ്ടതായിട്ട് വരും. ഈ ശബരിമല യുവതി പ്രവേശനം, നവോത്ഥാന മതിൽ രാത്രി ഇരുട്ടത്ത് അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പുനരാലോചന CPM ഉണ്ടായതുകൊണ്ടാണോ പിന്നീട് അയ്യപ്പ സംഗമം നടത്തി? ഇപ്പൊ കഴിഞ്ഞ ദിവസം PK ശ്രീമതി പറഞ്ഞു, എന്നെ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഭക്തിയില്ലാത്തവര് അവിടെ കയറേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അവരൊരു മാറ്റിപ്പറയലിന് തയ്യാറാവുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അവർക്ക് അങ്ങനെ ഒരു ചിന്തയിലും ഉണ്ടായത് നന്നായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആണ് ഇവിടെ യുവതി പ്രവേശനം അവിടെ ആദ്യം തുടങ്ങുന്നത്. അതിനൊരു ഒരു വലിയൊരു മതിലും മറ്റും കെട്ടി, നവോത്ഥാന മതിൽ. ഞാനിത് ഇപ്പോഴും ഓർക്കാനുള്ള ഒരു കാര്യം, ശിവഗിരിയിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ ശിവഗിരി സ്റ്റേജിൽ ഉള്ളപ്പോൾ അന്ന് MP എന്ന് പറയുന്നത് ശ്രീ സമ്പത്താണ്. സമ്പത്ത് ആ സ്റ്റേജിൽ വന്നപ്പോൾ വൈകിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവിടുത്തെ MP എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം ആദരവോടെ കണ്ടു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യമതിൽ അല്ലല്ലോ, സ്ത്രീ നവോത്ഥാന മതിലിന് പിന്നെ ഇതിന് പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത് എന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ഓർക്കുക. ആ തെരഞ്ഞെടുപ്പിലാണ് തെരഞ്ഞെടുപ്പിൽ എന്നോട് മത്സരിക്കണമെന്ന് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയപ്പോൾ ഞാൻ അവിടെ മത്സരിച്ചു. ഞാൻ അവിടെ വിജയിക്കാൻ. കെട്ടിയ ആൾക്കാരെ തോൽപ്പിച്ചു. വനിതാ മതിൽ പിന്നെ കെട്ടിയ ആൾക്കാരെ തോൽപ്പിച്ചു എന്ന് ഞാൻ അഹങ്കാരത്തോടു കൂടി പറയുകയല്ല. പക്ഷേ അതിലൊക്കെ ഈശ്വര അനുഗ്രഹം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ കള്ളവോട്ടുകളുടെ ഒരു വലിയ ശൃംഖല ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നും രണ്ടും അല്ല, 1,14,000 കള്ളവോട്ടുകൾ അവിടെ ഉണ്ട് എന്ന് ആദ്യ തവണ തന്നെ കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. കണ്ടെത്തിയതിന് ശേഷം അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും 1426 ബൂത്തുകൾ ഉള്ളപ്പോൾ ആ ബൂത്തുകളിലെല്ലാം തന്നെ ഇന്ന ആളുകൾ കള്ളവോട്ട് ചെയ്യാൻ വരാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് രാവിലെ വോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ബൂത്തുകളിലും എത്തിച്ചു. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ബൂത്ത് തല ഏജൻറ്റ് എന്ന് വെച്ചാൽ പാർട്ടിയുടെ എൻ്റെ ഏജൻറ്റ്, അതുകൂടാതെ ബൂത്ത് തല ഓഫീസർമാർക്കും കൊടുത്തു. അങ്ങനെ വന്നപ്പോഴെന്താ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു. ഈ പ്രാവശ്യം 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് 1,14,000 കിടക്കുക, അത് വോട്ട് മാറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ 50,000 വോട്ട് കൂടെ കള്ളവോട്ട് ചേർത്തിരിക്കുന്നു. അപ്പോൾ എത്രയായി? 1,64,000 കള്ളവോട്ടുകൾ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ കോടതിയിൽ നിന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ കിട്ടി. ആ നിർദ്ദേശം അനുസരിച്ചാണ് സത്യത്തിന് മത്സരിച്ചത്. എങ്കിലും വലിയ ഭൂരിപക്ഷമൊന്നുമില്ലാതെ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും രണ്ടാമത് വീണ്ടും ത്രികോണ മത്സരം നടന്നു. അതെ, ത്രികോണ മത്സരം നടന്നു. കേന്ദ്രമന്ത്രി കൊണ്ടുവന്ന് പണം
പിന്നെ എത്രമാത്രം ചെലവഴിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനും അറിയില്ല. പ്രധാനമന്ത്രി തന്നെ അവിടെയാണ് പ്രസംഗിച്ചത്. അതുപോലെയുള്ള പണം കൊണ്ടുവന്ന് മറിച്ചു. അതുകൂടാതെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോയിയാണ് എനിക്ക് എതിർ സ്ഥാനാർത്ഥിയായി വന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും പണത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആളുകളാണ്. അതുപോലെ പണം കൊണ്ടുവന്ന് അവിടെ ഇറക്കി. എങ്കിലും അവിടെയുള്ള പാവപ്പെട്ട കുറേ ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏറ്റവും അവസാനം ചെറിയ വോട്ടിലാണെങ്കിലും എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു. എനിക്ക് ആ നാട്ടുകാരോട്, അവിടെയുള്ള ആളുകളോട് വലിയ നന്ദിയും കടപ്പാടുമുള്ള ഒരാളാണ് ഞാൻ. ഈ മറ്റേ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ UDF മുന്നിൽ ഈ CPM BJP കൂട്ടുകെട്ട് എപ്പോഴും UDF ആരോപിക്കുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന, ഞാൻ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് സ്വർണം വിറ്റത് കോൺഗ്രസിന് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം പോലും കോൺഗ്രസിന് തിരിച്ചടിയാവുമോ? അതിനെ എങ്ങനെ നേരിടും? ഞങ്ങൾക്ക് ആ കാര്യത്തിൽ നേരിടുന്നതിന് യാതൊരു വിധത്തിലുള്ള ഒരു ആശങ്കയില്ല. ഞങ്ങളുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്തു, ജനങ്ങളത് പൂർണ്ണമായി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ആവശ്യം എന്താ? ഇത് കട്ടുകൊണ്ടുപോയ ആരാണെങ്കിലും എവിടെ കൊണ്ടുപോയി, എവിടെ ചെന്നിരിക്കുന്നു, ഇത് പുറത്തു വരണം. അത് വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എങ്കിൽ സർക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. സർക്കാർ അത് ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ CBI അന്വേഷണം വരട്ടെ എന്ന് പറയും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ആവശ്യം അതായിരുന്നു, CBI അന്വേഷണം വേണം. പിന്നെ അതിൽ മന്ദഗതിയിലേക്ക് പോയ പോലെ അല്ലല്ല, മന്ദഗതിയിൽ പോയില്ല. ആ CBI അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടു. ആവശ്യപ്പെടുന്ന സമയത്താണ് കോടതിയുടെ ഇടപെടൽ വന്നത്. കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്തു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനകത്താണ് ഇപ്പൊ രണ്ടുപേരെ ചേർക്കുന്നു. അവരെ നിന്ന് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, ചോദ്യം ചെയ്യൽ എങ്ങനെയാണ്, ഈ കാര്യം ഉയർത്തിക്കാട്ടി കോടതിയെ സമീപിച്ചു CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞങ്ങൾ അത് കോടതിയെ ആരോ സമീപിച്ചിട്ടുണ്ട്, BJP സമീപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് പിന്നെ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. CPM-ഉം BJP-യും തമ്മിൽ ഒരു ബാന്ധവം ഉണ്ട്. അത് കേരളത്തിലുണ്ട്. കേരളത്തിൽ അമിത്ഷായെ പോയി മുഖ്യമന്ത്രി കണ്ട ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇങ്ങനെ പോയത്. ആരോപണം ഉണ്ടോ? അതിന് BJP പറയുന്നത് എന്താ? അതിന് ഇപ്പോ CPM പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. കോൺഗ്രസ്സുകാരുടെ വോട്ടൊക്കെ അങ്ങോട്ട് പോയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 10-ൽ താഴെയുള്ള പിന്നെ കൗൺസിലേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഞങ്ങൾ ഉയർത്തി, അത് ഞങ്ങൾ ഇപ്പോൾ ഇരട്ടിയാക്കി ഞങ്ങൾ അതിലേക്ക് പോയിരിക്കുന്നു. അതേസമയം തന്നെ CPM-നെയാണ് എല്ലാം പോയിരിക്കുന്നത്. പോയത് എവിടോട്ടാണ് പോയത്? അതേക്കുറിച്ചൊന്നും പറയില്ല. അത് CPM-ഉം പിന്നെ മുഖ്യമന്ത്രിയും മറ്റും പറയുന്നത് കോർപ്പറേഷൻ പോയത് BJP-ക്ക് കൊണ്ടു കൊടുത്തത് കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് എന്ന് ഒരു വർത്തമാനത്തിലൂടെ പറയാൻ വളരെ എളുപ്പമാണ്. ഇതിലെ സത്യാവസ്ഥകൾ ജനങ്ങളും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങ് പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസോടുകൂടെ പോവാണ്. അതിനിടയ്ക്ക് നമുക്ക് വീണ്ടും കാണാൻ പറ്റട്ടെ. ഇനി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് അങ്ങ് തിരിച്ചു വരട്ടെ കേരളത്തിലേക്ക് തന്നെ, ഡൽഹിയിലും ഇരിക്കുന്നതിന് പകരം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Chapter 4. A chapter with endless stories.